പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും വെള്ളിയാഴ്ചത്തെ സെഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 1.51% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. S&P 500 0.8% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ നമ്മൾ തുടർച്ചയായിട്ട് 8 ദിവസത്തെ കറക്ഷൻ ആയിരുന്നു കണ്ട്. അതിനെ തുടർന്നായിരുന്നു വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു ക്ലോസിംഗ് നൽകിയത്. ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന് 39,400 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. ബട്ട് ലോങ് പൊസിഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ദാറ്റ് ടോൺ അഗെയിൻ ഇസ് വെരി മച്ച് ബുള്ളിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ വെള്ളിയാഴ്ച ഒത്തിരി വോളറ്റിലിറ്റി കണ്ടെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവ് സെറ്റപ്പോടെ കൂടെ ആയിരുന്നു ക്ലോസിംഗ് നടന്നത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 18,700, മേജർ സപ്പോർട്ട് 18,100. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ക്രൂഡ് വിലയിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒപെക്കിന്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപെക്കിനെ സംബന്ധിച്ച് 2025 ഈ ഒരു സപ്ലൈ കട്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വെരി മച്ച് സൈഡ് വേസ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ദ ബുള്ളിഷ് സെറ്റപ്പ് ഗോട്ട് നെഗേറ്റഡ് ലാസ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ്. ആൻഡ് നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ഇമ്പോർട്ടന്റ് ലെവൽ സപ്പോർട്ടായിട്ട് $76, റെസിസ്റ്റൻസ് ആയിട്ട് $81. ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PC ഒക്കെ തന്നെ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞത് ഗോൾഡിനെ സംബന്ധിച്ചൊരു നേട്ടം കഴിഞ്ഞൊരു സെഷനിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും വ്യാപാരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പോയ വാരത്തിലുണ്ടായിരുന്നത്. ധാരാളം അനുകൂല ഫാക്ടേഴ്സ് ഗോൾഡിനെ സംബന്ധിച്ച് ഉണ്ടെന്ന് കാണാം. എങ്കിൽ പോലും നിലവിൽ ഇന്നത്തെ ഒരു വിപണിയിൽ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഒരു അല്പം വീക്ക്നെസ്സോടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഗോൾഡ് ക്ലോസ് ചെയ്തത്. സ്വർണത്തിന്റെ കേസിൽ $2,290 ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2,290 ഡെഫിനറ്റ്ലി നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞൊരു സെഷനിൽ 22,530 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 42 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ വിപണിയിൽ പൊതുവെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റെക്കോർഡ് ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ശനിയാഴ്ച വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു ഭരണ തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. സാറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്നത്തെ വിപണിയിൽ നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇന്ന് ഷോർട്ട് കവറിംഗ് തീർച്ചയായിട്ടും നടക്കും. ഷോർട്ട് കവറിംഗ് നടക്കുന്നതിനെ തുടർന്ന് നമുക്ക് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരം വളരെ വളരെ അപൂർവമായിരിക്കും. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 23,000 പോയിന്റ്, അതിനെ തുടർന്ന് 23,100 പോയിന്റ്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ മറ്റ് സൂചികകൾ അല്ലെങ്കിൽ
പൊതുവെ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും അതിൽ നിന്ന് വ്യത്യസ്തമായി നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിലാണെങ്കിലും സെഷനുകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് 300 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 48,983 എന്ന റേഞ്ചിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിൽ സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? See, Nifty Bank, the undertone again is very much bullish. Nifty Bank Index in the case of the രണ്ട് റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 49,700 ആൻഡ് അതിന് തുടർന്ന് 50,000 പോയിന്റും. മൈ എക്സ്പെക്ടേഷൻ ഈ രണ്ട് റെസിസ്റ്റൻസും ഈ ആഴ്ച ബ്രേക്ക് ചെയ്യപ്പെടും. നിഫ്റ്റി ബാങ്കിങ് സെക്ടർ ഓവറോൾ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ലോ റിസ്ക് ആയിട്ട് ബൈയിങ് അവസരം കിട്ടാൻ പോകുന്നത് ഇറ്റ് വിൽ പോസിബിളി ബി ഇൻ small finance banks and second one public sector banks. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു സെഷനിൽ ഏറ്റവും അധികം നിഫ്റ്റിക്ക് പിന്തുണ നൽകിയിട്ടുള്ള പ്രധാന സ്റ്റോക്കുകളിലൊന്ന് അദാനി സ്റ്റോക്സ് തന്നെയായിരുന്നു. അദാനി ട്വിൻസ് കഴിഞ്ഞ സെഷനിൽ ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് അദാനി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷനിൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് നമുക്ക് ഓഹരികളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദാനി എന്റർപ്രൈസ് 6% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസ് 8% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. അദാനി പവർ 8% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി വിൽമറിൽ 4% മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. അദാനി ഗ്രീൻ എനർജി, ഒപ്പം തന്നെ ACC, അംബുജ സിമന്റ്സ് എന്നീ ഓഹരികളെല്ലാം തന്നെ പോസിറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ആയിരുന്നു. ഗ്രൂപ്പിനെ സംബന്ധിച്ച് വരുന്ന ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ധാരാളം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. അദാനി സ്റ്റോക്കുകളിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? അദാനി സ്റ്റോക്കുകളിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? സ്റ്റോക്സിലൊക്കെ നല്ല ബൈയിങ് അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബട്ട് ദ പ്രോബ്ലം വിൽ ബി, ഇന്ന് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അഡാനി സ്റ്റോക്സിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കത്തില്ല. അഡാനി വിൽമറിന്റെ കേസിൽ ബുള്ളിഷ് ട്രിഗർ കാണുന്നത് 356 രൂപയിലാണ്. അതോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ്സിന്റെ കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുന്ന സമയത്ത് അദാനി ട്വിൻസിനോടൊപ്പം തന്നെ ധാരാളം ഹെവി വെയ്റ്റ്സിൽ ടാറ്റ സ്റ്റീൽ, ബജാജ് ഓട്ടോ പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും റിലയൻസിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം ചോദിക്കുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.33% ഒരു നേട്ടത്തിലായിരുന്നു റിലയൻസ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് പെർട്ടിക്കുലർലി സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? റിലയൻസിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ് ആൻഡ് കഴിഞ്ഞ 7 സെഷൻസിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു നടന്നത്. റിലയൻസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 2,900 രൂപ. 2,900 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. HDFC ബാങ്കിനോടൊപ്പം തന്നെ ICICI ബാങ്കും HDFC ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ചോദിക്കുകയാണ്. ഇന്നത്തെ ഒരു വിപണിയിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ഔട്ട്ലുക്ക് ഓൺ HDFC ബാങ്ക്. ഞാൻ ഒത്തിരി ആഴ്ചകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1,545 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 100 രൂപയുടെ നേട്ടം HDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ഇന്നത്തെ വിപണിയിൽ ഒരുപക്ഷെ നിക്ഷേപകരും ഏറ്റവും അധികം വാച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് ഡിഫൻസ് സ്റ്റോക്കുകളും PSU സ്റ്റോക്കുകളും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റോക്കുകളും ഒക്കെ തന്നെയാണ്. കാരണം ഈ ഒരു എക്സിറ്റ് പോൾ വന്നതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് കൂടിയാണ് ഈ ഡിഫൻസ്, PSU, റെയിൽവേ സ്റ്റോക്കുകളൊക്കെ തന്നെ. മൊത്തത്തിൽ ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ തന്നെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള റാലി ഓഹരികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സാറിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്കുകളിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? ഇത് ഈ ഒരു സെക്ടേഴ്സിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡിഫൻസ്, PSU ഒപ്പം തന്നെ റെയിൽവേ സ്റ്റോക്കുകൾ, ഏതെങ്കിലും സ്റ്റോക്കുകളിൽ നമുക്ക് ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? റെയിൽവേ സ്റ്റോക്സിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇർക്കോണിന്റെ കേസിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. IRCTCയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. 1,060 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ് ലെവൽ. IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും 182 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ് ലെവൽ.
RVNL അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ കറക്ഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 4450 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. BHELന്റെ കേസിൽ 302 രൂപയിലെ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഭാരത് BDL നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ 1750 രൂപയിലെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. യെസ് സർ, അതോടൊപ്പം തന്നെ PSU സ്റ്റോക്സും കൂടി സാറിന് ശ്രദ്ധയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ PSU സ്റ്റോക്സിനെ സംബന്ധിച്ച് ഏതെങ്കിലും സ്പെസിഫിക് സ്റ്റോക്സ് സാറിന് ഫോക്കസിൽ പ്രത്യേകം പ്രിഫർ ചെയ്യുന്നുണ്ടോ? PSU സ്റ്റോക്സിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്റ്റോക്ക് ഇസ് പരാദീപ് ഫോസ്ഫേറ്റ്സ്. ദിസ് എ ഫെർട്ടിലൈസർ സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 73 രൂപയില. 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8 മുതൽ 10% നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെഡ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിൽ 93 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. FACTയുടെ കേസ് എടുക്കുമ്പോഴേക്കും 720 രൂപയിലെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 110 രൂപയിലെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഓട്ടോ സെക്ടറിന്റെ ഒരു വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അതിന്റെ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വളരെ ക്വിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ച് സെയിൽസിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. TVSനെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് സെയിൽസ് 2% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാരുതി സുസുക്കി ഒരു ഇടിവ് 2% ഇടിവാണ് ടോട്ടൽ സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് 12% ഒരു വർധനവ് ടോട്ടൽ സെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച് ടോട്ടൽ സെയിൽസിൽ 16% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ച് 12% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓട്ടോ ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഓട്ടോ മേഖലയിൽ ഇപ്പൊ മാരുതി, ഹീറോ മോട്ടോ, TVS മോട്ടോ ഇതിലൊന്നിലും ലോ റിസ്ക് ആയിട്ട് എനിക്കൊരു ബൈയിങ് ഹൗസിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നത് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൺ മേജർ സ്റ്റോക്ക് ഇസ് ടാറ്റ മോട്ടോ. ടാറ്റ മോട്ടോറിന്റെ മേജർ സപ്പോർട്ട് 915 രൂപയിലാണ് കാണുന്നത്. ആൻഡ് ബുള്ളിഷ് ട്രിഗർ 960 രൂപയിലും. 960 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സിലെ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സാർ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളല്ലാതെ ഏതെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? സ്റ്റോക്സ് ഇൻഫാക്ട് നമ്മൾ ടെക്നോളജി സോഫ്റ്റ്വെയർ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ LTTS, LTIM, HCL ടെക്നോളജി ഇതിലൊക്കെ നല്ല ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പബ്ലിക് സെക്ടർ, സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കും. അക്സോ ഇന്ത്യയിൽ ഇറ്റ്സ് ഐ തിങ്ക് എ വാല്യൂ സ്റ്റോക്ക്. അതിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇന്ത്യൻ ഹോട്ടൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഏജസ് ലോജിസ്റ്റിക്സിലെ ലോങ് പൊസിഷൻ നല്ല ബുള്ളിഷ് അസറ്റ് പെർഫോം വരുന്നുണ്ട്. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറിയിൽ നല്ലൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ദാൽമിയ ഭാരത് സിമെന്റ്സിൽ നല്ല ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഫാർമ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കാരണം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഫാർമ ഇപ്പോൾ വിൽക്കാൻ റൈറ്റ് ടൈം ആണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ജുബിലിയൻ ഫാർമയിലും മറ്റ് സ്റ്റോക്സിലും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം വളരെ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു അവസരം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ജുബിലന്റ് ഫാർമ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ഇതിന്റെ ഒരു 52 വീക്ക് ഹൈ കാണാൻ സാധിക്കുന്ന അറൌണ്ട് 740 രൂപ. മൈ എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് 650 രൂപ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തൻല പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 921 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
പ്ലാറ്റ്ഫോം കറക്ഷന് ശേഷം ഷോർട്ട് ടേം ഇസ് ടേണിംഗ് ബുള്ളിഷ്. 982 വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് MMTC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 70 രൂപ 30 പൈസ എന്ന റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. MMTCയുടെ ഫൈനാൻഷ്യൽസ് അത്ര മികച്ചതല്ല. പ്യോർ സ്പെക്യുലേഷൻ സ്റ്റോക്കായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തണം. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈഡ് വേസ്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 75 രൂപയിലാണ് കാണുന്നത്. 75ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ 7 മുതൽ 10% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ഭാരത് ഫോർജിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ 0.38% നേട്ടത്തോടെ 1560 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. Bharat Forge's undertone continues to be very, very bullish. In fact, our stock ഒരു 52-week high ലെവലിന് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു അവസരം കാണുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1520 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഒരു നേട്ടത്തിൽ 458 രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 482 അതിനെ തുടർന്ന് 505 രൂപയിലും. ജോർജ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ സൊമാറ്റോയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.5% നഷ്ടത്തിൽ 179 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൊമാറ്റോയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ് ടു ബെയറിഷ്. പുതിയൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 192 രൂപയിലാണ് കാണുന്നത്. ഒന്നിലധികം പ്രേക്ഷകർ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 1943 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് ഞാൻ നേരത്തെ ഭാരത് ഫോർജിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക്, രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെഷാസായി പേപ്പർ ആൻഡ് ബോർഡ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നേട്ടത്തിൽ 320 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. So Sheshasai is a small cap stock and ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈഡ്വേസ്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 345 350 ഈ റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ ഷോർട്ട് ടേമിന് വേണ്ടി എടുക്കാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ സിപ്ലയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% നഷ്ടത്തിൽ 1449 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സിപ്ലയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1480 രൂപയുടെ റെസിസ്റ്റൻസ് എത്തിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ജോസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ഓൾമോസ്റ്റ് 2% നേട്ടത്തിൽ 6732 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ബജാജ് ഫിനാൻസ് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ബജാജ് ഫിനാൻസിന്റെ കേസിൽ 6560 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒരു പ്രേക്ഷകൻ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഡാനിയൽ ജോസഫ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ഇസാഫുമായി ബന്ധപ്പെട്ട വ്യൂവും ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റോക്കുകളിലെ സാറിന്റെ വ്യൂ എന്താണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 47 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 55 രൂപ. 55 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്.
വിഷ്ണു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കനറ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കനറ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 118 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കാനറ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കാനറ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 140 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഒരുപക്ഷെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നേരത്തെ എൻ്റെ അടുക്ക് ഈസാഫ് ബാങ്കിനെ കുറിച്ചും ചോദിച്ചിരുന്നു. ഈസാഫ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലോ ലെവലിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. റിസ്ക് അല്പം അധികം ആണെങ്കിൽ പോലും നമുക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇസ് വെരി ഫേവറബിൾ. മോൻസി എന്ന പ്രേക്ഷകൻ ദീപക് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.25% നേട്ടത്തിൽ 565 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ദീപക് ഫെർട്ടിലൈസർ അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. ബട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 603 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 603ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. മിഥുൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എക്സ്ചേഞ്ചിങ് സൊല്യൂഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് 115 രൂപ 20 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊല്യൂഷൻസ് എന്നാണ് സ്റ്റോക്കിന്റെ പേര്. XCHANGING. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വിലയിരുത്തണം. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് നമുക്ക് 105 രൂപയിലാണ് കാണുന്നത്. 105ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യണം. മേജർ റെസിസ്റ്റൻസ് 130 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അവസാനമായി വിപ്രോയിലുള്ള സാറിന്റെ വ്യൂ ചോദിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ 439 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ വിപ്രോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 463 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 463ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. Yes, thank you so much, Pradeep sir.